ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് അഹമ്മദ് അൽ മഗ്രിബിന്റെ പുതിയ പ്രൊഡക്റ്റാണ് എക്സ്റ്റസി എന്നുള്ളതാണ് പേര്. ബോക്സ് കണ്ടില്ലേ? ബോക്സ് ഇങ്ങനെയാണ്, പക്ക സ്ക്വയർ ആണ്. ഇത് അൺബോക്സ് ചെയ്ത പീസാണ്. എനിക്ക് ഇതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു. പെർഫ്യൂമിന്റെ റിവ്യൂ ചെയ്യാൻ മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മളത്. അതിനോട് തന്നെയാണ് ജസ്റ്റ് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതിന്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. പീസിന്റെ ബോട്ടിലിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ചെറിയൊരു വയലറ്റ്, ഡാർക്ക് വയലറ്റ് ടോപ്പിന്റെ ഈ ഓപ്പൺ പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് അതിങ്ങനെ ഷൈഡായിട്ട് ഇതാ വൈറ്റിലേക്കാണ് പോണത്. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് കേട്ടോ. കണ്ടില്ലേ? അഹമ്മദ് അൽ മഗ്രിബിന്റെ ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ബോട്ടിൽ ഡിഫറെന്റ് ആണ്. പിന്നെ ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു വെറൈറ്റി ഫീൽ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ അത്ര തന്നെ ഒരു വെറൈറ്റി ഫീൽ ഇല്ല. പൊതുവെ കാണുന്ന ഇന്ത്യൻ മേഡിൽ തന്നെ കാണുന്ന കുറച്ച് പിന്നെ പെർഫ്യൂമിന്റെ ഏതൊക്കെയോ ഒരു സിമിലർ ബോട്ടിൽ പോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. ലേഡീസ് ടച്ച് ഇതിൽ ഇത്തിരി ഉണ്ട്, ഈ ബോട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പിങ്ക് കളറ് അല്ലെങ്കിൽ ഇങ്ങനെ വയലറ്റ് കളറ് ഇതൊക്കെ ലേഡീസ് ടച്ചിലാണ് പൊതുവെ വരാറുള്ളത്. അറ്റോമൈസർ ക്വാളിറ്റി നല്ല പക്ക ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ലേ? പക്ഷെ ഊദാനോസിന്റെ കാരണം ഒന്നും കൂടിയും പെർഫോമൻസ് ഉള്ള ഒരു ആറ്റോമൈസർ ഉണ്ടായിരുന്നു. ഇത് അത്ര തന്നെ ഒരു ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നിലാണ് മോശം പറയാനില്ല. ബോട്ടിലൊരു പേള് പോലെ നമുക്ക് രീതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ടോപ്പ് കേട്ടോ, ബോട്ടിലുള്ള ടോപ്പ്. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളത് ഇതിന്റെ നോട്ട്സ് ആണ്. നോട്ട്സ് പക്ക ഊദാനോസിനോട് ഒരു 60-70% വരെ സാമ്യം ഉള്ള ഓപ്പണിങ്ങിൽ ഇത്തിരി ഹൈപ്പ് കൊടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന നല്ലൊരു വുഡ് എവിടെയൊക്കെയോ ഉണ്ട്. അത് മിഡിൽ നോട്ടിൽ നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. മോശമില്ലാത്തൊരു വുഡിന്റെ സ്മെല്ല്, ഒരു സാൻഡൽ വുഡിന്റെ സ്മെല്ല് അതിന്റെ മിഡിൽ നോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ് മനസ്സിലാവും. ആ വുഡിൽ നിന്ന് ഇങ്ങനെ മാറി ഒരു ഫ്രഷ് സ്പൈസസും നല്ലൊരു ഫ്ലോറൽ വൈബുമാണ്. പിന്നെ ഒരു അരമണിക്കൂർ, 20 മിനിറ്റ് ടു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു 3 to 4 hours വരെ കിട്ടുന്നുള്ളൂ. അതാണ് ഇതിന്റെ ലാസ്റ്റിംഗ്. പെർഫ്യൂം ലാസ്റ്റിംഗ്, എക്സ്ട്രസിന്റെ പെർഫ്യൂം ലാസ്റ്റിംഗ് നമുക്ക് അത്രേ പറയാൻ കഴിയുന്നുള്ളൂ. ഒരു 3 to 4 hours വരെ മാക്സിമം, 2-3 hours വരെ തരക്കേടില്ലാത്ത പ്രൊജക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ഒക്കേഷൻസ് പറ്റും എന്നുള്ളത്, ഒരു 2-3 അടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി പെർഫ്യൂമിൽ ഒക്കെ നമുക്ക് ഒരു 4 അടി വരെ, 4 പെർഫ്യൂം അടിക്കുന്നത് വരെ നമുക്ക് അങ്ങനെ പറ്റും. 2-3 ഒക്കെ ആണെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിൽ അതൊക്കെ അതും തരക്കേടില്ല, ഉപയോഗിക്കാൻ പറ്റും. തരക്കേടില്ല, എല്ലാ പെർഫ്യൂം മേഖലയിലും എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിക്കാണ് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റും, ജെൻസിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അഹമ്മദിന്റെ ഊദാനോസ് ഉപയോഗിച്ച ആളുകൾക്ക് പിന്നെ ജസ്റ്റ് ഇതിൽ വലിയൊരു കഴമ്പുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പിന്നെ ഒരു മോശം പറയാനില്ല. അപ്പോൾ 100 ml ബോട്ടിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ലാസ്റ്റിങ്ങും സ്മെല്ലും നോട്ട്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ 10 ml ഡീക്കൻറ്റ് ഈ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് ഈ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യേണ്ട വീഡിയോ ഒക്കെ താഴെ നമ്പർ വെക്കാം. ഈ ഷോപ്പ് വരുന്ന മലപ്പുറം ടൗണിൽ നിന്ന് അടുത്ത് തന്നെ 3 കിലോമീറ്റർ നമ്മൾ ഷോപ്പൊക്കെ വരുന്നുള്ളൂ. കൊളത്തൂർ പോകുന്ന റൂട്ടിലാണ്, കോട്ടക്കലല്ല, കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചെളൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ട്. ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ താഴെ നമ്പർ ഉണ്ട് കേട്ടോ.